ഹലോ ഡിയേഴ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ടാരോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജിയാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി നോക്കുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങളോട് ഒളിച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതൊരു ചീറ്റിങ്ങിൻ്റെ കാർഡാണ്. പല കാര്യങ്ങളും നിങ്ങളെ ഒളിച്ച് ഈ ഒരു പേഴ്സൺ ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ടാവില്ല, അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ. അപ്പം എന്തൊക്കെയോ രഹസ്യങ്ങൾ ഈ ഒരു പേഴ്സൺ സൂക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ റിയൽ അല്ല, എന്തെങ്കിലും കാര്യങ്ങൾ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരിക്കാം. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ വളരെയധികം ഇപ്പോൾ ലോയൽ അല്ല എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലോയൽ അല്ല. എന്ത് കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒളിച്ച് ചെയ്യുന്നത്, നിങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നത്? ഈ ഒരു പേഴ്സൺ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണ് എന്നുള്ളതാണ് കാണുന്നത്. മേ ബി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് മുമ്പ് ഈ ഒരു പേഴ്സണ് മറ്റേതെങ്കിലും വ്യക്തിയോട് ഒരു ഇഷ്ടമുണ്ടായിരിക്കാം. മേ ബി അതൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ. അപ്പം ആ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. മേ ബി അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം അത് ഓൾറെഡി എൻഡ് ആയി പോയിരിക്കുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ പിന്നെയും ആ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. പാസ്റ്റിലേക്ക് തന്നെ തിരികെ നോക്കുന്നു. അപ്പം ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പം ഈ ഒരു പേഴ്സൺ പാസ്റ്റിലെ ആ ഒരു വ്യക്തിയുമായിട്ട് പിന്നെയും കണക്റ്റ് ആയതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി സ്റ്റക്കാണ്. അതായിരിക്കാം നിങ്ങളെ ഒളിച്ചുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഒരു പ്രവൃത്തി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല, അത് മേ ബി അതായിരിക്കാം. നിങ്ങൾ അറിയരുതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള രീതിയിലായിരിക്കും. അതുകൊണ്ടായിരിക്കാം നിങ്ങളോട് ഈ ഒരു വ്യക്തി ഒന്നും തുറന്നു പറയാത്തത്. അപ്പം എന്തായാലും നിങ്ങളോട് ഓപ്പണായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് തന്നെ അതൊരു ചീറ്റിംഗ് അല്ലേ. അപ്പം അത് ആ ഒരു പേഴ്സണെ ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം സ്റ്റക്കാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ. ഇനി നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. ഈ ഒരു സമയം ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ആൾക്ക് വളരെയധികം കൺഫ്യൂഷനുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആൾക്ക് ഒന്നിലധികം ഓപ്ഷൻസ് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി കൂടുതൽ ആകൃഷ്ടനായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തിക്ക് ഒരു പൂർണ്ണമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. മനസ്സിൽ മുഴുവൻ കൺഫ്യൂഷനായിരിക്കും. ഞാൻ ഏത് തിരഞ്ഞെടുക്കണം, ഞാൻ ഏത് വഴി തിരഞ്ഞെടുത്താൽ എൻ്റെ ലൈഫിൽ കൂടുതൽ സന്തോഷം ലഭിക്കും എന്നുള്ള രീതിയിൽ ഈ ഒരു പേഴ്സൺ നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. മേ ബി ഈ ഒരു പേഴ്സൻ്റെ ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നേരത്തെ പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പം എന്തായാലും ആ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷനിൽ ട്രാപ്പായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അവർക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനും ഈ ഒരു പേഴ്സണ് കഴിയുന്നില്ല. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്.
ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. നമുക്ക് ആദ്യമേ എനർജി കിട്ടിയിരുന്നു ആ ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സണ് തരാൻ കഴിയുന്നുണ്ടാവില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യാതൊരു മൂവ്മെൻറ്റും കാണില്ല. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്തൊരവസ്ഥ. വളരെയധികം സ്റ്റക്കായിട്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി നോക്കാം. ഈ ഒരു പേഴ്സണോട് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു കോള് പ്രതീക്ഷിച്ചായിരിക്കാം നിങ്ങൾ ഇരിക്കുന്നത്. ഒരു മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ, എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാനസിക വേദന ഇവിടെ ഉണ്ടാവുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി തോന്നിയിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ റിയൽ അല്ല, എന്നിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളെ ഈ ഒരു പേഴ്സൺ അവോയ്ഡും ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് എപ്പോഴും കണക്റ്റ് ആയിരിക്കണം ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കാം. പക്ഷെ അത് കിട്ടാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം സങ്കടത്തിലാണെന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ്സാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കൊന്നും ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല. അപ്പം ഈ ഒരു പേഴ്സൺ ഈ ഒരു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സ്റ്റക്ക് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് ഓർത്തായിരിക്കാം നിങ്ങൾ വളരെയധികം ഭയക്കുന്നത്. ഇനി എന്നെ മനഃപൂർവ്വം ചതിക്കുകയാണോ, മറ്റൊരാൾക്ക് വേണ്ടി ഇനി എന്നെ ചതിക്കുമോ എന്നുള്ള ആ ഒരു തോട്ട്സൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ സോളിന് ഒരുപാട് മുറിവേറ്റതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് ട്രോമ നൽകിയിട്ടുള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഒരുപാട് വേദനകൾ. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാനും കഴിയുന്നുണ്ടാവില്ല. ആ ഒരു വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ട്, മനസ്സിൻ്റെ ഭാരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് താങ്ങി പിടിക്കുന്നത് നിങ്ങളായിരിക്കും. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഒരു എഫേർട്സും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നില്ല. നിങ്ങൾ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ്സാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ പോലും എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മനസ്സിൽ വളരെയധികം കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മളെങ്ങനെ ഡിസിഷൻ എടുക്കാനാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി വേണം, അതിൻ്റെ ആ ഒരു ഫൗണ്ടേഷൻ വളരെയധികം സ്ട്രോങ് ആവണം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു മാരേജ് ആയിരിക്കാം നിങ്ങൾ സ്വപ്നം കണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു മാരേജിലോട്ട് എത്താനോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്താനോ ഈ ഒരു പേഴ്സൺ ഒരുക്കമല്ലായിരിക്കാം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാത്തതിൻ്റെ കാരണം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു കമ്മിറ്റ്മെൻറ്റോ ഒരു സ്റ്റെബിലിറ്റിയോ ഒന്നും തരാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ആ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി ഈ ഒരു പേഴ്സണിൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുമോ എന്നുള്ളത്. ഇവിടെ 3 കാർഡാണ് വന്നിരിക്കുന്നത്. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുമോ എന്നുള്ളത് നോക്കിയ സമയത്ത് ടവർ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ നിലവിലെ സാഹചര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കില്ല. മേ ബി ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും പിടിക്കപ്പെടാനായിട്ടുള്ള ചാൻസ് ഇവിടെ കാണുന്നു. മേ ബി ഈ ഒരു പേഴ്സൻ്റെ ഒരു കള്ളത്തരം, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും ഈ ഒരു പേഴ്സൻ്റെ കള്ളത്തരം എന്താണെന്നുള്ളത്. പക്ഷെ അത് വെളിച്ചത്തിലേക്ക് വരുന്നതായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അത് കാരണം അതിനെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളൊരു സൂചന എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഇത് ആർക്കൊക്കെ ഈ ഒരു മെസ്സേജ് റെസൊനേറ്റ് ആവുമെന്ന് അറിയില്ല. വളരെ കുറച്ച് പേർക്കായിരിക്കാം ഇത് റെസൊനേറ്റ് ആവുന്നത്. അപ്പം എന്തായാലും ആ ഒരു സത്യം പുറത്തേക്ക് വരുന്നു എന്നുള്ളൊരു മെസ്സേജ് വരുന്നു. മേ ബി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലെ ആ ഒരു റിലേഷൻഷിപ്പ് ഓൾറെഡി എൻഡായി പോകാനായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയൊരു കുലുക്കമാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്.
ഇത് കാരണം. അപ്പം അത് പുറത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ സ്നേഹവും കരുതലും എല്ലാം പ്രതീക്ഷിച്ച് ആ ഒരു പേഴ്സൻ്റെ പുറകെ ചേസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ അവരുടെ ആ ഒരു സമയമോ സ്നേഹമോ ഒന്നും നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനോ ഒന്നും ഈ ഒരു പേഴ്സൺ ഒരുക്കമില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആ ഒരു പേഴ്സൻ്റെ ഒരു കോള് പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് ഈ ഒരു പേഴ്സൺ എത്താൻ കഴിയുന്നുണ്ടാവില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് വെളിച്ചത്തിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പം അത് വെളിച്ചത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നതായിട്ട് കാണുന്നു. ആ ഒരു റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുന്നതോടെ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫർമേഷൻ ആയിരിക്കാം ഉണ്ടാവാനായിട്ട് പോകുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് യോജിച്ച റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ്, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മോശം വരുത്താൻ ഒരിക്കലും യൂണിവേഴ്സ് കൂട്ടു നിൽക്കില്ല. അപ്പം നമ്മളുടെ ലൈഫിൽ നമുക്ക് അരുതാത്ത ബന്ധം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തെറ്റായ പാതയിലൂടെയാണ് പോകുന്നതെങ്കിൽ ആ ഒരു സമയത്ത് അവിടെ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടാവുന്നതാണ്. അപ്പം അതാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. മേ ബി ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ നല്ലതല്ല, മോശം കാര്യമാണ് വരുത്തുന്നതെങ്കിൽ യൂണിവേഴ്സ് ഒരിക്കലും ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല. അപ്പം അതാണ് ഇവിടെ ഒരു ടവർ ഉണ്ടാവാനായിട്ട് പോകുന്നത്. മേ ബി ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു ചീറ്റിംഗ് അത് പുറത്തേക്ക് വരുന്നതാണ് വൈകാതെ. എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ഇംബാലൻസ് ആണ്, ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ല. അപ്പം അത് വൈകാതെ അതിൻ്റെ ആ ഒരു സത്യം പുറത്തേക്ക് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീലിങ്സ് ഇല്ല. കാരണം റിലേഷൻഷിപ്പ് സ്റ്റക്കാണ്. കാരണം വേറൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഇതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ പലപ്പോഴായിട്ട് ഈ ഒരു പേഴ്സൻ്റെ കള്ളത്തരം പിടിച്ചിട്ടുണ്ടായിരിക്കാം, അതിനെ ചൊല്ലി വഴക്കുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും ഈ ഒരു പേഴ്സൺ സമ്മതിച്ചു തരുന്നുണ്ടാവില്ല. അപ്പം എന്തായാലും നിങ്ങൾ അന്നൊക്കെ ചോദ്യം ചെയ്ത സമയത്തും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് പിടിതരാതെ നടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ ഇവിടെ ആ ഒരു സത്യം പുറത്തേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് കേട്ടോ. നമുക്ക് നോക്കാം ഈ ഒരു സമയം യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. യൂണിവേഴ്സ് പ്ലീസ് ഹെൽപ്പ് മീ. എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? ഇവിടെ യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തോറ്റുപോയവരായിരിക്കാം. കാരണം നിങ്ങളുടെ കൂടെയുള്ള പേഴ്സൺ ഏത് വിധേനയും എന്ത് വില കൊടുത്തും ജയിക്കണം എന്ന മെൻറ്റാലിറ്റി ഉള്ള ഒരു പേഴ്സണാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് വേദനിക്കേണ്ടി വന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഒരുപാട് ഈ ഒരു പേഴ്സൺ വാക്കുകളാൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച സിറ്റുവേഷൻസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഈ ഒരു തോൽവി നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കുന്ന, അതായത് ഈ ഒരു പേഴ്സൺ ഒന്നുകിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളെ വേദനിപ്പിച്ച സിറ്റുവേഷൻസ്. അപ്പം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ വന്ന ഈ ഒരു തോൽവി അത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ജീവിത പാഠമായിട്ട് എടുക്കുക. കാരണം നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു ജീവിത പാഠങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയധികം പ്രോബ്ലംസുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ജീവിതം എന്താണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു പരാജയം ഒരിക്കലും ഒരു പരാജയമായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടരുത്. ഇത് നിങ്ങളുടെ സോളിനെ വളരാനുള്ള ഒരു അവസരമായിട്ട് കാണുക. കാരണം പരാജയങ്ങൾ സംഭവിക്കുമ്പോഴാണല്ലോ നമ്മളുടെ ലൈഫിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജവും അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ ജയിക്കണം എന്നുള്ള ആ ഒരു തോട്ട്സും ഒക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ പരാജയം ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫ് ഒരു സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പം ഇപ്പം എന്തായാലും നിങ്ങളുടെ ലൈഫ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു ലൈഫിൻ്റെ പരാജയം നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്നുണ്ടായിരിക്കാം.
എൻ്റെ ജീവിതം തന്നെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കരിയർ പോയിട്ടുണ്ട്, എൻ്റെ സമയങ്ങൾ പോയിട്ടുണ്ട്, എന്നിട്ട് ഞാൻ എന്ത് നേടി എന്നുള്ള തോട്ട്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പരാജയങ്ങളെല്ലാം വന്നത് നിങ്ങളെ ശക്തനാക്കാനാണ്. അത് നിങ്ങൾ എപ്പോഴും ഓർത്തോണം. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറൊക്കെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇവിടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പം ജോലിയൊക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമയങ്ങളെല്ലാം പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ നല്ലൊരു അവസരങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത്. അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇവിടെ പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് വരുന്നു, നിങ്ങൾക്ക് ജോലി സംബന്ധമായ ഒരു അവസരം വരുന്നു, സാമ്പത്തിക കാര്യങ്ങളിൽ ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവാനുള്ളൊരു അവസരം വരുന്നു. ലൈഫിൽ തോറ്റുപോയെന്ന് പറഞ്ഞിരിക്കേണ്ടവരല്ല നിങ്ങൾ മുന്നോട്ട് വരണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയൂ. അല്ലാതെ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് തോട്ട്സിൽ തന്നെ നിങ്ങൾ ഇരിക്കേണ്ടവരല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ട്രാപ്പായിപ്പോയി, എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു ഗ്രോത്തും ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ എൻ്റെ കരിയർ നഷ്ടപ്പെട്ടു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്, നിങ്ങളത് കാണാതെ നിൽക്കുകയായിരിക്കാം. കാരണം നിങ്ങൾ കണ്ണും കൈയും എല്ലാം കെട്ടി നിൽക്കുകയാണ്. നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കിയാലല്ലേ അവസരങ്ങൾ കാണാൻ നോക്കൂ. നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ആ ഒരു അനുഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കേണ്ടതുണ്ട്. അല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ച ആ ഒരു നഷ്ടങ്ങളെ ഓർത്തല്ല നിങ്ങൾ ഈ ഒരു സമയം ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് സാഹചര്യങ്ങളെയും, നിങ്ങളുടെ മുന്നിലുള്ള സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, അതിനെല്ലാം അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനെല്ലാം അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് ഒരു സെലിബ്രേഷനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിതമാണ്. അല്ലാതെ എല്ലാം നഷ്ടമായതുപോലെ നിങ്ങൾ ഇരിക്കേണ്ടവരല്ല. ആ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ എല്ലാം മറികടന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന് ഉറപ്പായിട്ടും ഇവിടെ ഒരു സക്സസ് ഉണ്ടാവുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് എനിക്കിവിടെ കിട്ടുന്നത്. അല്ലാതെ നിങ്ങളെല്ലാം തോറ്റുപോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലല്ല നിങ്ങൾ ഇരിക്കേണ്ടത് കേട്ടോ. അപ്പം ഈ ഒരു റീഡിംഗ് കാണുന്ന കുറച്ച് പേരെങ്കിലും വളരെയധികം മാനസിക സമ്മർദ്ദത്തിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ മുമ്പിലേക്കായിരിക്കാം ഈ ഒരു റീഡിംഗ് വരുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു ടവർ മൊമെൻ്റ് ഉണ്ടാവുന്നതാണ്. അത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അത് നിങ്ങളുടെ സോളിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെല്ലാം റിലീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കരിയറൊക്കെ ഇപ്പോൾ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ജോലിക്കൊക്കെ ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ജോലിക്കൊക്കെ പോവുക. അതുപോലെ തന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ സോളിനെ ഹീൽ ചെയ്യിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ട്രോമാസ് ഈ ഒരു റിലേഷൻഷിപ്പ് തന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പം എന്തായാലും നിങ്ങളുടെ ലൈഫിനൊരു ട്രാൻസ്ഫോർമേഷനാണ് വരാനായിട്ട് പോകുന്നത്. അത് 100% ആണ്. ഈ ഒരു സാഹചര്യങ്ങളെല്ലാം തന്നെ മാറിപ്പോകുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടിരിക്കുക. എനിക്കത് പറഞ്ഞു തരാനായിട്ട് പറ്റും. ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ഇതായിരുന്നു ഇന്നത്തെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പും കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.